You are watching Today News. ടുഡേ ന്യൂസ് വാർത്തയിൽ ചെറുപുഴയെ വീണ്ടെടുക്കാൻ നടപടി തുടങ്ങി പെരിന്തൽമണ്ണ നഗരസഭ. ചെറുപുഴയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്യൽ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ ആയിഷ ജംഗ്ഷൻ മുതൽ മുണ്ടത്തുപാലം വരെയുള്ള ഭാഗം ഹിറ്റാച്ചി ഉപയോഗിച്ച് തോട്ടിൽ ഇറങ്ങിയാണ് വൃത്തിയാക്കുന്നത്. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം. പ്രണയദിനത്തിൽ ജീവന്റെ പാതിയായവളുടെ കണ്ണിൽ ആശ്ചര്യത്തിളക്കം തീർത്ത ആ സമ്മാനത്തിനൊപ്പം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു. കക്കൂസ് മാലിന്യം ഉൾപ്പെടെയുള്ളവ ഒഴുകിയെത്തി അതീവ മലിനാവസ്ഥയിൽ രോഗവാഹിനിയായി കഴിയുന്ന ചെറുപുഴയുടെ നേർചിത്രം ടുഡേ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. വാർത്തയിൽ ചെറുപുഴയെ മാലിന്യമുക്തമാക്കാൻ ഇടപെടൽ നടത്തിയിരിക്കുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ. ആദ്യഘട്ടത്തിൽ ചെറുപുഴയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യും. തുടർന്ന് മാലിന്യങ്ങൾ ചെറുപുഴയിലേക്ക് ഒഴുക്കുന്ന സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും നടപടിയെടുക്കുകയും ചെയ്യും. ചെറുപുഴ സമഗ്ര തോട് ശുചീകരണത്തിന് ആയിഷ ജംഗ്ഷനിൽ നഗരസഭാ അധികൃതർ തുടക്കമിട്ടു. നജീബ് കാന്തപുരം MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പച്ചീരി സുരയ്യ ഫാറൂഖ ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ ഫസൽ മുഹമ്മദ്, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ, ക്ലീൻ സിറ്റി മാനേജർ വത്സൻ തുടങ്ങി നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. പെരിന്തൽമണ്ണയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ ഉതകുന്ന വിധത്തിൽ ചെറുപുഴയെ മാലിന്യമുക്തമാക്കി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണെന്നും വലിയ പ്രയോറിറ്റി ചെറുപുഴയെ നവീകരിക്കുന്നതിനായി നഗരസഭ നൽകുന്നുണ്ടെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ളവരെയും കണ്ണിച്ചേർത്ത് ചെറുപുഴയെ വീണ്ടെടുക്കാനുള്ള ശ്രമമാണെന്നും പ്രത്യേക ക്യാമ്പയിനുകൾ ഉൾപ്പെടെ വിഷയത്തിൽ സ്വീകരിക്കുമെന്നും നജീബ് കാന്തപുരം MLA കൂട്ടിച്ചേർത്തു. പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നാണ് ശുദ്ധവായു, ശുദ്ധവെള്ളം എന്നൊക്കെ പറയുന്നത്. ആ ശുദ്ധജലത്തിന്റെ ഒരു നീരുറവയായി നമുക്കിതിനെ മാറ്റണം. അപ്പൊ അത് ഒരുപാട് ഹഡിൽസ് ഉണ്ട് അതിന് മുമ്പിൽ. അപ്പൊ അതിനെല്ലാം നമുക്ക് ജനകീയമായി തന്നെ ആളുകളെല്ലാം ബോധവൽക്കരിച്ച് തന്നെ ഇതിലൊരു വലിയ ക്യാമ്പയിൻ ആവശ്യമാണ്. കാരണം നമ്മളിപ്പോഴും നമ്മളൊരു കൾച്ചർ, ഇപ്പൊ ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മളിപ്പോൾ ഗൾഫിൽ നമ്മൾ പോകുമ്പോൾ ഒരാളും ഒരു സൈഡിൽ റോഡിൽ തുപ്പൂല, എന്നാൽ ഇവിടെ ഡോൺ സ്പിറ്റ് എന്ന് പറഞ്ഞതിന്റെ ബോർഡിന്റെ താഴെ നമ്മൾ തുപ്പും. അത് നമ്മൾ ഇവിടെ വരുമ്പോഴുള്ള ഒരു കൾച്ചറാണ്. ആ കൾച്ചർ ഒരു തോട്ട് പ്രോസസ്സിലൂടെ മാറ്റിയെടുക്കാനുള്ള ക്യാമ്പയിനാണ് നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഒന്നാമതുണ്ടാകുന്നത്. അപ്പൊ എല്ലാവരും ഇതിനോട് യോജിക്കും. കാരണം ആരും ഇങ്ങനെ ഒരു നഗര മധ്യത്തിൽ ഒരു മാലിന്യം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഇതിനൊരു പക്ഷെ പരിഹാരം എങ്ങനെയാണ്? അപ്പൊ അതിന് ശാസ്ത്രീയമായ പരിഹാരം വേണം. അതിന് കുറച്ച് എക്സ്പേർട്സുമായിട്ട് ഞങ്ങൾക്ക് കൂടിയാലോചന മുനിസിപ്പാലിറ്റി നടത്തുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഇതൊരു വലിയ വിഷനാണ്. അപ്പൊ ഇതിനെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷനെ ടേക്ക് കെയർ ചെയ്യാൻ ഒരു മുനിസിപ്പാലിറ്റി പ്രയോറിറ്റി ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഞാൻ കാണുന്നത്. കഴിഞ്ഞ 30 വർഷത്തോളമായി നഗരസഭയിലുണ്ടായിരുന്ന ഒരു ശീലമാണ് മാറ്റിയെഴുതാൻ ശ്രമിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നടപടിയെടുക്കുക എന്നതിലുപരി തോട് വൃത്തിയാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ പറഞ്ഞു. തോട്ടിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇവർ വീണ്ടും മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ കടുത്ത നടപടിയുണ്ടാകുമെന്നും നാലകത്ത് ബഷീർ കൂട്ടിച്ചേർത്തു. എവിടുന്നൊക്കെ ഏതൊക്കെ സ്ഥാപനങ്ങളിൽ നിന്നാണ് ഇതിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് എന്നുള്ളത്, ആ മാലിന്യം ഒഴുക്കുന്നത് ഇനി അവർക്കൊരു വാണിംഗ് കൊടുക്കുകയും പിന്നീട് അടുത്തതാണ് നടപടിയിലേക്ക് പോകുന്നത്. ഫസ്റ്റ് തന്നെ നടപടിയല്ല, ആദ്യം അറിയിക്കുകയും ഇൻറ്റിമേഷൻ കൊടുക്കുകയും ഇൻറ്റിമേഷൻ കൊടുത്ത് റിമൈൻഡ് ചെയ്യുകയും റിമൈൻഡ് ചെയ്തതിന് ശേഷം നോട്ടീസ് കൊടുക്കുകയും എന്നിട്ടും തുടരുകയാണെങ്കിൽ നടപടിയും, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നടപടിയെക്കുറിച്ച് നമ്മൾ പ്ലാൻ ചെയ്യുന്നു. 2 ഹിറ്റാച്ചി തോട്ടിലേക്കിറക്കി മാലിന്യം നീക്കം ചെയ്താണ് ആദ്യഘട്ടത്തിൽ ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. ആയിഷ ജംഗ്ഷൻ പരിസരം മുതൽ മുണ്ടത്ത് പാലം വരെയുള്ള ഭാഗം ആദ്യഘട്ടത്തിൽ ശുചീകരിക്കും. ചെറുപുഴയുടെ വീണ്ടെടുപ്പ് ആവശ്യപ്പെട്ടും പുഴയിലേക്ക് മലിനജലം ഒഴുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടും ടുഡേ ന്യൂസ് നിരന്തരമായി നടത്തിയ വാർത്താ പരമ്പരയുടെ ഫലം കൂടിയാണ് ഈ കാഴ്ച. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ. എല്ലാരും പറയുന്നു ഡിഫറെന്റ് ആയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടെന്നൊക്കെ. നല്ലതല്ലേ? ഞാൻ
അതല്ല സ്വർണം. Safa Golden Diamonds, different by design.